ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. സ്റ്റെപ്പ് നല്ലതാ. ഏതായാലും ഉണ്ടായിരിക്കണമെന്നല്ല. ഇത് എന്നാ പരിപാടി? അല്ല, ക്ലാസ്സിൽ ആളൊന്നും എത്തിയിട്ടില്ലെന്ന് തോന്നണേ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഇവിടെ നേരം ഇച്ചിരി നേരം അങ്ങ് ഇരിക്കാം അല്ലേ? നേരെ ഇരിക്കാം. വാ. ഓ, ഇത് നമ്മുടെ ബേബിയല്ലേ? ബേബിയേ, എന്നാ പരിപാടി ഇവിടെ ഇപ്പൊ? അനുചേച്ചി, നാളെ ഇവിടെ സ്പോർട്സ് മീറ്റ് നടക്കുക. അപ്പൊ പിള്ളേർക്ക് വേണ്ടിയിട്ട് നാളെ ഇത് ട്രാക്ക് വരച്ചിടാൻ സാറ് പറഞ്ഞു. അത് ശരി. എന്നാ വരച്ചോ. ഞങ്ങളെ ക്ലാസ്സിനുള്ള സമയം ആയില്ല, എല്ലാരും വന്നില്ല. ഏതായാലും ഇച്ചിരി നേരം ഇവിടെ ഇരിക്കാട്ടോ. വരയ്ക്കണൊക്കെ ഒന്ന് ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. ഇതെന്നാ ചേച്ചി, ഇവർ വീണ്ടും ഈ കമ്പി മാറ്റി വെച്ച് ഈ ഉള്ള ട്രാക്ക് മുഴുവൻ എന്തിനാ ഇങ്ങനെ വരയ്ക്കുന്നത്? ഈ UP സ്കൂളിലെ പിള്ളേരല്ലേ? ഈ പിള്ളേരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് നിർത്തി അങ്ങ് ഓടിച്ചു വിടേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഒരു മത്സരത്തിന് വേണ്ടി എന്തെല്ലാം സജ്ജീകരണങ്ങളോ ഉണ്ടാക്കുന്നത്. അതെ, ഈ ട്രാക്കുകൾ എന്നാന്ന് വെച്ചാൽ പിള്ളേരെ അവിടെ നിരത്തി നിർത്തുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ട്രാക്കുണ്ട്. അപ്പോൾ അവർ ആ ട്രാക്ക് തെറ്റരുത്. ഇപ്പോൾ 2, 3, 4, 5 എന്ന് അവർക്ക് ട്രാക്ക് വരച്ചിട്ടിട്ടുണ്ടെങ്കിൽ 5 പേരാണ്, 5 പേർക്ക് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആ ട്രാക്കിലൂടെ വേണം അവർ ഓടി വരാൻ. ലാസ്റ്റ് ഏറ്റവും ഫസ്റ്റായിട്ട് ഓടിയെത്തുന്ന ആൾക്കാണുള്ളത് ഉണ്ട്. അപ്പോൾ ആ ട്രാക്കിൽ ഓടുന്നയാൾ അടുത്ത ട്രാക്കിലേക്ക് കയറി ഓടാൻ പാടില്ല. ഇതിനൊക്കെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഈ ട്രാക്ക് വരച്ച് കറക്റ്റാക്കി ഇട്ടിട്ടില്ലെങ്കിൽ ആ മത്സര ഓട്ടത്തിൽ ആരാ തട്ടി വീഴില്ല. അത് തന്നെയല്ല, അതിൻ്റെ നിയമങ്ങളാണ്, സ്പോർട്സിൻ്റെ എല്ലാം നിയമങ്ങളുണ്ടല്ലോ. അതനുസരിച്ചാണ് ഈ ഓട്ട മത്സരം നടത്താൻ പോണത്. ഇത് ശരിക്കും പണ്ടിങ്ങനെ ഒരു നമ്മൾ കേട്ടിട്ടില്ല, ഏഷ്യാഡില് കേട്ടിട്ടില്ല. ഷൈനി വിൽസന് ഒരിക്കല് ഏഷ്യാഡിലാന്ന് തോന്നുന്നു അല്ലേ? മത്സരത്തില് പുള്ളിക്കാരി ഓടി ഏറ്റവും ഫസ്റ്റായിട്ട് വന്നു. TV-യിലെല്ലാം കണ്ട് ഇന്ത്യക്കാരെല്ലാം ഭയങ്കരമായിട്ട് ആനന്ദിച്ചു, സന്തോഷിച്ചു, വിജയം പ്രഖ്യാപിച്ചു, അനൗൺസ് ചെയ്തു, സമ്മാനം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ്. അതായത് സമ്മാനം പിൻവലിച്ചു. ഷൈനി വിൽസൺ ട്രാക്ക് തെറ്റിച്ചാണ് ഓടിയതെന്ന്. അങ്ങനെ സമ്മാനം നഷ്ടപ്പെട്ടു. അതൊരു ഭയങ്കര, ഇപ്പോഴും ഒത്തിരി വർഷം മുമ്പാണ്, പക്ഷെ അത് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ ട്രാക്ക് കാണുമ്പോൾ ഞാൻ ഓർക്കും, ട്രാക്ക് തെറ്റി ഓടാൻ പാടില്ല എന്ന്. ഇനി ഇതുണ്ടല്ലോ, ഇപ്പം ഇത് ഈ മത്സര ഓട്ടത്തിലല്ലേ ട്രാക്ക് തെറ്റി ഓടരുന്നതെന്ന്, നമ്മുടെ ജീവിതത്തിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ട്രാക്ക് തെറ്റി നമ്മൾ ഓടാൻ പാടില്ല. ട്രാക്ക് ഇതിനകത്ത് ഇപ്പോൾ 5-6 ട്രാക്ക് ഉണ്ട് അല്ലേ? പക്ഷേ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ വചനം പഠിപ്പിക്കുന്നത് 2 ട്രാക്ക്, അതായത് നമ്മുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഗ്രേസിയുടെ കയ്യിൽ ബൈബിളില്ല, എന്നാൽ ഈ ബാഗ് അങ്ങ് പിടിക്കുക. ഈ ബൈബിളിനകത്ത് അത് എഴുതിയിരിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൽ 14 നമ്മൾ വായിക്കുമ്പോൾ, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. അപ്പം നമ്മുടെ മുമ്പിൽ 2 വഴിയുണ്ട്. ഏതൊക്കെയാ ഉള്ളത്? ജീവനും മരണവും. ജീവൻ്റെ വഴിയുണ്ട്,
മരണത്തിൻ്റെ വഴിയുണ്ട്. 2 ട്രാക്ക്. 2 ട്രാക്കുണ്ട്. അപ്പോൾ ഈ 2 ട്രാക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രാക്കിൽ ഇഷ്ടമുള്ള വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. ജീവിതത്തിൻ്റെ വഴിയിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒരു ട്രാക്കിൽ കൂടെ പോയാൽ മരണത്തിൻ്റെ വഴിയിൽ അത് അവസാനം എത്തിക്കുന്നത് തോൽവി, പരാജയം, നരകത്തിലെത്തും. അതേസമയം ജീവൻ്റെ ഒരു ട്രാക്കുണ്ട്. ആ ട്രാക്കിലൂടെ നമ്മൾ ഓടുവാണെങ്കിൽ വിജയത്തിലും നിത്യജീവനിൽ സ്വർഗത്തിൽ എത്തിച്ചേരാം. അപ്പോൾ ഈ 2 വഴിയും ഈശോ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുക. ആ 2 വഴിയിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തന്നേക്കും. അത് ഈശോ അല്ല തീരുമാനിക്കുന്നത്. നീ ഇന്ന വഴിയെ തന്നെ പോകുന്ന അങ്ങനെ നിർബന്ധം പറയുന്നതല്ല. നമ്മുടെ മുമ്പിൽ ഇത് 2ഉം വെച്ചിട്ട് പറയുക, ഇത് 2ഉം നിൻ്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് 2ഉം തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ശരിയായ വഴി ഏതാന്ന് എങ്ങനെയാണ് ചേച്ചി അറിയാൻ? അത് നമുക്ക് 2 വഴിയും വെച്ചിട്ടുണ്ട്. 2 വഴിയും വെച്ചിട്ടുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമല്ല, വഴി ഒന്നേ ഉള്ളൂ എന്ന്, സ്വർഗത്തിലെത്താനുള്ള വഴി ഒന്നേ ഉള്ളൂ, അത് യേശുവാകുന്ന വഴിയാണ്. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ ഭവനത്തിലെത്തുക. അപ്പോൾ ഈശോ ആകുന്ന ആ വഴി, ആ ട്രാക്കിലൂടെ നമ്മൾ നടക്കണമെന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈശോ നമുക്ക് പറഞ്ഞു തന്നേക്കണം. അപ്പോൾ ഇത് സ്വാതന്ത്ര്യം നമുക്ക് വെച്ചിരിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? 2 വഴി എന്തിനാ? എന്നാൽ പിന്നെ ഒരു വഴി വെച്ചാൽ പോരാ അല്ലേ? ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വഴിയെ വെച്ചിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള വഴിയെ പോകാമായിരുന്നു. ഇതിപ്പോൾ ഈ 2 വഴി വെച്ചേക്കുന്നതിൻ്റെ കാരണം ഈശോയുടെ ആ ദൈവത്തിൻ്റെ അത്രമേലുള്ള സ്നേഹം പ്രകടിപ്പിക്കുക. ഇപ്പം ഞാനിപ്പോൾ ഗ്രേസിയുടെ വീട്ടിൽ വന്നു വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും മീനും ഒക്കെ. അപ്പോൾ കപ്പയും മീനും ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഗ്രേസി ഉടനെ തന്നെ കുറച്ച് പുട്ടും പഴവും ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. ഇത് 2ഉം വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഗ്രേസി പറയാം, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോ കേട്ടോ. അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇത് 2ഉം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കപ്പയും മീനും. അപ്പം ഞാൻ വേഗം ഈ കപ്പയും മീനും എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഗ്രേസി വന്നിട്ട് പറയാം, ചേച്ചി അങ്ങനെ ഇപ്പോൾ അത് കഴിക്കണ്ട, ചേച്ചി ഈ പുട്ടും പഴവും അങ്ങ് തിന്നേ എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ ഇഷ്ടമാണ് നിറവേറ്റാൻ നിർബന്ധിക്കുന്നത്? ഗ്രേസിയുടെ ഇഷ്ടമല്ലേ? ഗ്രേസിയുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് സ്നേഹമല്ല. അതേസമയം എൻ്റെ ഇഷ്ടം എന്താണോ അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വിടണം. അതായത് കപ്പയും മീനും ഉണ്ട്, പുട്ടും പഴവും വെച്ചിട്ടുണ്ട്. ഗ്രേസി എന്നോട് പറയാം, അഞ്ചേച്ചിക്ക് ഇഷ്ടമുള്ള എടുത്ത് കഴിച്ചോ. അപ്പം പിന്നെ ഞാനാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ഇഷ്ടം ഏതാ, കപ്പയാണോ മീനാണോ പുട്ടാണോ പഴം. അതാ എൻ്റെ സെലക്ഷൻ. അപ്പം ഞാനാണ് തീരുമാനിക്കുന്നത് ഏത് കഴിക്കണം. അതിനകത്ത് ഗ്രേസി തലയിട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അതുമല്ല, എൻ്റെ സ്വാതന്ത്ര്യം ഇല്ല. എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. സംഗതി കാര്യം ഉണ്ടാക്കിയൊക്കെ വെച്ചു, പക്ഷെ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുവാണ്. ചേച്ചിയുടെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് കൈയിടാൻ പറ്റില്ല. കാരണം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ മുമ്പിൽ 2 വഴി വെച്ചിട്ട് പറയാം, മക്കളെ നിങ്ങൾ ഇഷ്ടമുള്ള വഴി എടുത്തു, പക്ഷേ ഇന്ന വഴിയെ കൂടെ പോയാൽ നരകത്തിലെത്തും, ഇന്ന വഴിയെ പോയാൽ നിത്യജീവനിലെത്തും. അത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞു തന്നു. ഇനി ഞാൻ തീരുമാനിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ വഴി ഞാൻ ഏത് തിരഞ്ഞെടുക്കണം. ജീവൻ്റെ വഴിയെ പോകണോ അല്ലെങ്കിൽ മരണത്തിൻ്റെ വഴിയെ പോകണോ, അത് ഞാനാണ് തീരുമാനിച്ചെടുക്കേണ്ടത്. അപ്പം വഴി നമ്മുടെ മുമ്പിൽ 2 എണ്ണം ഈശോ വെച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ 23 അതുണ്ട്. അതായത് മരണത്തിന്റെ വഴിയിലൂടെയാണ്. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ 4, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈശോ പറഞ്ഞു, നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ ഈശോ നിത്യജീവൻ്റെ അല്ലെ സ്വർഗത്തിലേക്കുള്ള വഴി അത് നല്ല വഴിയാന്നല്ലേ നമ്മുടെ ചിന്ത അല്ലേ? നമ്മുടെ വിചാരം സ്വർഗത്തിലേക്കുള്ള വഴി നല്ല വഴിയാണ്. പക്ഷെ അത് ഇടുങ്ങിയതാണ്, വിസ്താരം കുറഞ്ഞതാണ്. അത് ആ വഴിയെ പോകുന്നത് ഞെരുക്കമാണ്, ഇർജുവായ വഴിയാണ്. അത് ഞെരുക്കത്തിൻ്റെ വഴിയാണ്. അപ്പോൾ നമ്മളോർക്കും നല്ല വഴി അങ്ങ് പോയേക്കാന്ന്. പക്ഷേ ലോകത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ വഴി വിശാലമാണ്. അത് സുഖലോലുപതയും ഈ ലോകത്തിൻ്റെതായ സുഖ സൗകര്യങ്ങളോട് കൂടിയ വഴിയാണ്. പക്ഷേ അപ്പോൾ ഈശോ പറയാണ്, ഈ ജീവനിലേക്കുള്ള വഴി, നിത്യജീവനിലേക്കുള്ള വഴി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ അത്ര കഷ്ടതയിലൂടെ ഞാൻ കടന്നു പോയാലും ഈശോ കൂടെയുണ്ട്. ഈശോയുടെ വഴിയല്ലേ ജീവന്റെ വഴി. അപ്പൊ ഈശോ കൂടെ ഉള്ളതിന് എനിക്ക് ഭയമില്ല. ഞാൻ ആ വഴിയിലൂടെ തന്നെ അങ്ങ് എത്തും. അവസാനം ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്തും, സ്വർഗത്തില് നമ്മളെത്തും.
അതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിയുമ്പോൾ രാവിലെ തന്നെ പ്രഭാത പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 27:11 നമുക്കിങ്ങനെ വായിക്കാം. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് ശത്രുക്കളുള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. ഇത് നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പിള്ളേർ ഈശോട് പറയണം. സങ്കീർത്തനം 27:11 കർത്താവെ, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണം. കാരണം ജീവൻ്റെ വഴിയെ അന്നത്തെ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ജീവൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാനും ആ ദൈവത്തോട് ഒത്തുചേർന്ന് പോകാനും തിന്മയുടെ സ്വാധീനത്തിൽ പെട്ട് വീണു പോകാതിരിക്കാനും വേണ്ടി അതിരാവിലെ തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇത് ഈശോയെ, നിൻ്റെ ആ വഴി എന്നെ കാണിച്ചു തരണം. എൻ്റെ വഴിയിൽ ശത്രുവുണ്ട്, എനിക്ക് ശത്രുവുണ്ട്. ആരാ? സാത്താനാ എൻ്റെ ശത്രു. അപ്പോൾ എനിക്ക് ശത്രു ഉള്ളതിനാൽ എന്നെ നിരപ്പായ അങ്ങയുടെ വഴി, അതാ നിരപ്പായ വഴി, ആ വഴിയിലൂടെ എന്നെ നയിക്കണമേ എന്ന് നമ്മൾ ശരിക്കും എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ ഇപ്പം നമ്മൾ പറയല്ലേ, ജീവൻ്റെ വഴിയെ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോഴും പലപ്പോഴും നമുക്ക് പ്രലോഭനങ്ങളുണ്ടാകും. വഴി നമുക്ക് തിരിച്ചറിയാൻ മേലാതെ വരും. പക്ഷേ ദൈവം നമുക്കുള്ള വഴി തിരഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 15:16 വഴി വായിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന്, അത് നിലനിൽക്കുന്നതിനും വേണ്ടി തിരഞ്ഞെടുക്കുക. നമുക്കപ്പോൾ ഒരു ജീവിതത്തിൻ്റെ വഴി ദൈവം വെച്ചിട്ടുണ്ട് സ്വർഗത്തിലെത്താനുള്ളത്. അതിലേക്ക് നമ്മളെ നടക്കാൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ കുടുംബജീവിതത്തിലൂടെയാണ്, ആ ജീവിതത്തിലൂടെ നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണം. ആ വഴി തിരഞ്ഞെടുത്ത് തന്നു ഈശോ. ഇനി നമ്മളാണ് ആ വഴിയിലൂടെ സഞ്ചരിച്ച് ലാസ്റ്റ് ഫലം പുറപ്പെടുവിക്കണം, അത് നിലനിൽക്കണം. അപ്പം നമ്മളാകുന്ന ഒരു ഭാര്യ അല്ല അമ്മ. ആ കുടുംബിനിയിലൂടെ ഈശോയുടെ വഴിയിലൂടെ നടന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക മക്കൾ ഏറ്റെടുത്ത് ആ മക്കളുടെ തലമുറകൾ നിലനിൽക്കണം. ഈശോയുടെ വഴിയിലൂടെ തന്നെ അവർ സഞ്ചരിക്കണം. അപ്പം അതിനു വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തു, മുന്നമേ തിരഞ്ഞെടുത്തു. ജെറമിയ 1:4 നമ്മൾ വായിക്കുമ്പോഴിങ്ങനെ കാണുന്നുണ്ട്. അതായത് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ കണ്ടു, ഞാൻ നിന്നെ കണ്ടു, നിന്നെ ഞാൻ വിശദീകരിച്ചു. അപ്പോൾ ആ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വരുന്നതിന് മുമ്പ് നമ്മളെ വിളി കിട്ടി കഴിഞ്ഞു. ഈ കുടുംബജീവിതത്തിലേക്കുള്ള വിളിയൊക്കെ അന്നേ കിട്ടി. അപ്പോൾ ആ വഴിയിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാനായിട്ട്. അപ്പം അതുപോലെ വഴിയിൽ നമ്മൾ വഴി മാറി ചിലപ്പോൾ പോകും. അറിയാതെ, നമുക്ക് അറിയില്ലാത്ത കാലത്ത് നമ്മൾ വഴി മാറും. അതിന് നമ്മളിപ്പം ബാലാക്കിൻ്റെ കഴുതയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സംഖ്യയുടെ പുസ്തകത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൽ 22 അല്ലേ? അത് അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ ദൂതൻ എന്നെ കാണുമ്പോൾ ഈ ബാലാക്ക് കഴുതയുടെ പുറത്ത് പോകുക. അങ്ങനെ പോകുമ്പോൾ ഈ ദൂതനെ കണ്ടപ്പോൾ കഴുത കടന്നു കളഞ്ഞു എന്നല്ല, ലാസ്റ്റാ അത് 3 പ്രാവശ്യമുണ്ട്. കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും അത് രണ്ടാമത് നിൽക്കുവാണ്. കർത്താവിൻ്റെ ദൂതൻ ഊരിയ വാളുമായി വഴിയിൽ നിൽക്കുന്നത് കണ്ട് കഴുത വയലിലേക്ക് ചാടി. വയലിലേക്ക് ചാടി. അത് കഴിഞ്ഞ് വീണ്ടും അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ മുന്തിരിത്തോട്ടത്തിൽ ഇരുവശവും തമ്മിലുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്നു. കർത്താവിൻ്റെ ദൂതനെ കണ്ട് കഴുത മതിലിനോട് ചേർന്ന് ഒതുങ്ങി. അപ്പോൾ ബാലാമിൻ്റെ കാൽ മതിലിൽ ഉരഞ്ഞു. അവൻ കഴുതയെ വീണ്ടും അടിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ അടി അടിച്ചു. കർത്താവിൻ്റെ ദൂതൻ മുമ്പോട്ട് പോയി ഇടം വലം തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ സ്ഥലത്ത് നിന്നു. ദൂതനെ കണ്ടപ്പോൾ കഴുത കിടന്നു കളഞ്ഞു. അപ്പം പിന്നെ കഴുതയുടെ പുറത്തിരിക്കുന്ന ബാലാമിന് ദേഷ്യം വന്നു, കോപം ജ്വലിച്ചു. അവൻ വടികൊണ്ട് കഴുതയെ അടിച്ചു. അപ്പോൾ കർത്താവ് കഴുതയ്ക്ക് സംസാരശക്തി നൽകി. 3 പ്രാവശ്യം എന്നെ അടിക്കാൻ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? അത് ബാലാമിനോട് ചോദിച്ചു. അപ്പോൾ കഴുതയ്ക്ക് സംസാരശേഷി കിട്ടുക. കാരണം ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുവാണ് അവിടെ. അതുപോലെ തന്നെ യോനായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യോനായുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് യോനായെ ദൈവത്തിൻ്റെ വഴിയിലൂടെ ആദ്യം പറഞ്ഞു വിടുക. യോന എങ്ങോട്ടേക്കാ പോകാൻ പറഞ്ഞു? നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ യോനായെ നിനവിലേക്ക് പോകാൻ വേണ്ടി ദൈവം നിയോഗിച്ചു. അപ്പോൾ യോനായ്ക്ക് ദൈവം വെച്ച വഴി, ആ തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി നിനവയിലേക്കുള്ളതായിരുന്നു. പക്ഷെ യോന എന്നാ ചെയ്തു? യോന താർശീസിലേക്ക് പോയി. അപ്പം ദൈവത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത് വിട്ടിട്ട് മറ്റൊരു വഴിയെ പോയി.
പോയത് നമുക്കറിയാം. യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ കഷ്ടവും നഷ്ടവും സകലതും പോയി. പിന്നെ അവസാനം അല്ലേ അതിൻ്റെ ഉടലിൽ പോയി. അത് കഴിഞ്ഞ് അതിന് ഛർദ്ദിച്ച് പുറത്തിട്ടു. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കഷ്ടപ്പെട്ടു. ലാസ്റ്റ് അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. ലാസ്റ്റ് നിനവയിലേക്ക് ചെന്ന് എത്തിപ്പെട്ടു. അപ്പം നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ വഴി വെച്ചിട്ടുണ്ട്. ആ വഴിയെ ഇപ്പം നമുക്ക് കുടുംബജീവിതത്തിൻ്റെ വഴി തന്നു. അതിൽ മക്കളെ എങ്ങനെ വളർത്തണം, ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടത്, ശുശ്രൂഷിക്കേണ്ട, കുടുംബം എങ്ങനെ മുമ്പോട്ട് നയിക്കണം, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. എല്ലാം വഴി വെച്ചിട്ടുണ്ട്. ആ വഴിയെ വിട്ട് നമ്മൾ മറ്റൊരു വഴി, തിന്മയുടെ സ്വാധീനമുള്ള, അതായത് മരണത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ പല പ്രാവശ്യം അതിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മുടെ ഉള്ളിലൊരു മനസാക്ഷിയിൽ സ്വരം തരും. അതാ നമ്മൾ ഏശയുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, നിന്റെ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമ്മുടെ മനസാക്ഷിയിൽ ഒരു ശബ്ദം വരും നമുക്ക്. അപ്പോൾ അത് കേട്ട് നമ്മൾ ആ വഴിയെ തിരിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഏശയ്യായുടെ പുസ്തകം 55 നമ്മൾ വായിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ, അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അപ്പം ദൈവത്തിൻ്റെ വഴി വേറെ, നമ്മുടെ വഴി വേറെ. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കർത്താവിൻ്റെ വഴിയായിരിക്കണം. അപ്പം ഈ കർത്താവിൻ്റെ വഴി തിരഞ്ഞെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകണം. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറഞ്ഞു വചനത്തിലൂടെ, സുഭാഷിതങ്ങൾ 22:6 പറഞ്ഞു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് പിന്തിരിയല്ല. മുത്തൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി. അപ്പൊ കുഞ്ഞു പ്രായത്തിലെ നമ്മൾ ഈശോയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ അതിനല്ലേ നമ്മൾ ബൈബിൾ നഴ്സറി ഇപ്പൊ ബൈബിൾ നഴ്സറി ഒക്കെ സഭയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് എന്നാന്ന് ചോദിച്ചാൽ ശൈശവത്തിൽ തന്നെ, അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ബേസ്മെന്റ് ഇടുന്ന കാലഘട്ടം 6 വയസ്സിന് മുമ്പാണ്. അപ്പൊ ഈ 6 വയസ്സിന് മുമ്പ് തന്നെ ഈശോയുടെ സ്നേഹത്തിന്റെ വഴി, ഈശോയുടെ വഴി പഠിപ്പിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾ എത്ര പ്രായമായാലും അവരുടെ ആ ബോധത്തിൽ അത് കിടക്കും. കുഞ്ഞായിരിക്കുമ്പോൾ ഒത്തിരി തിരിച്ചൊന്നും പറയാനും പ്രകടിപ്പിക്കാനും ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ശീലങ്ങൾ, ദൈവിക സ്നേഹത്തിൻ്റെ ആ ഈശോയുടെ വഴികൾ ആ കുഞ്ഞിനെ അത് കൊച്ചിനെ കാണാതെ പഠിപ്പിക്കാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും പിള്ളേരും അടങ്ങുന്ന കുടുംബജീവിതത്തിലൂടെ അത് അവർ കണ്ടുപഠിക്കണം. ഈശോയുടെ വഴി ഏതാണെന്ന് അമ്മ ചെയ്യുന്നത്, അപ്പൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കും. അതുപോലെ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ അപ്പൻ്റെ അമ്മയുടെയും ജീവിതത്തിൽ നിന്ന് കണ്ട് കുഞ്ഞുങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ലെവലിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ തന്നെ, ഈ 6 വയസ്സിന് മുമ്പാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, അന്നേരം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പം മുത്തിനെയൊക്കെ അങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കണല്ലേ? കുഞ്ഞുനാളിലെ മുതൽ പഠിപ്പിച്ചു. ചേച്ചിയുടെ ബൈബിൾ നഴ്സറി ഈശോയുടെ കുഞ്ഞുമക്കളെ എന്നുള്ള വിളിയൊക്കെ കേട്ട അപ്പം ആ ഈശോയുടെ കുഞ്ഞുമക്കളെ എന്നുള്ള വിളി ഇപ്പോഴും ഉണ്ട്. ബൈബിൾ നഴ്സറി എന്ന് ശാലോമിലൂടെ അങ്ങ് വന്നതാണ്. അപ്പം നമ്മൾ ശൈശവത്തിൽ തന്നെ നടക്കേണ്ടുന്ന വഴി പഠിപ്പിക്കണമെങ്കിൽ ആരാദ്യം പഠിക്കണം? ഈശോയുടെ വഴി, നമ്മുടെ വഴി ആദ്യം പഠിക്കണം. അപ്പം ഈ വഴി, ആ കർത്താവിൻ്റെ വഴി വിട്ടുപോകാതെ ഇരിക്കാൻ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കാരണം അല്ലാതെ ഇനി മാർഗമൊന്നുമില്ല. കാരണം ഇപ്പോൾ ലോകത്തിൻ്റെ വഴി വിശാലമാണ്. അത് പിന്നെ നമ്മളൊക്കെ ലോകത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വഴികളിലൂടെ സഞ്ചരിച്ചാൽ 2 വഴിയിലാണ് ചെല്ലുന്നത്. അതേസമയം ഇപ്പം ലോകത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കോട്ടയത്തിന് പോകുക, പാലാ വഴിയും പോകാം, മൂവാറ്റുപുഴ കൂത്താട്ടുകളും കൂടിയും പോകാം. അപ്പോൾ 2 വഴിയിലൂടെ ചെന്നാലും ഒരു സ്ഥലത്ത് കോട്ടയത്തേലും. പക്ഷെ ഈ വഴി അങ്ങനെയല്ല. ഈ വഴി 2 വഴി മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ 2 വഴി 2 സ്ഥലത്താണ് ചെല്ലുള്ളൂ. അതാണ് പ്രത്യേകത. ലോകവും ആത്മീയ ലോകവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ 2 വഴികളിലൂടെ പോയാൽ 2 സ്ഥലത്ത്, ഒരു വഴി പോയാൽ മരണത്തിൻ്റെ വഴി, നരകത്തിൻ്റെ വഴി, മറ്റേ വഴിയിലൂടെ പോയാൽ ജീവൻ്റെ വഴി, നിത്യജീവൻ, സ്വർഗത്തിൽ എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഏതു വഴി. ഇനി കുഞ്ഞുങ്ങളെ ആ തെരഞ്ഞെടുപ്പ് നമ്മൾ അവരെ സഹായിച്ചു കൊടുക്കുക. അവരെ ആ പ്രായത്തിൽ, കുഞ്ഞായിരിക്കുമ്പോഴും ടീനേജ് പ്രായത്തിലും യൗവനത്തിലും ഒക്കെ ആ വഴി തിരിച്ചു കൊടുക്കുക.
പറഞ്ഞു ഉപദേശിച്ചൊന്നും ഇനി നമ്മുടെ മക്കളെ ഒന്നും നന്നാക്കാൻ നോക്കണ്ട. ശരിക്കും നമ്മുടെ ജീവിതം തന്നെ ഒരു മാതൃകയായിട്ട് കൊടുത്ത് ആ പിള്ളേരെ ആ വഴിയിലൂടെ നമ്മൾ നടക്കണം. അപ്പം ട്രാക്ക് എന്തിനാ കൂടുതൽ മനസ്സിലായി. ട്രാക്ക് തെറ്റിക്കടെ ഓടരുത്. ഇനി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ട്രാക്ക് തെറ്റിക്കരുത്. അപ്പം നമുക്ക് ഈശോ വെച്ചിരിക്കുന്ന ട്രാക്കിലൂടെ തന്നെ യാത്ര ചെയ്ത് നമ്മൾ ഈശോയുടെ അടുത്ത് ഈശോയുടെ കൂടെ കൈപിടിച്ച് നടക്കണം. അങ്ങനെ ഈശോയുടെ ഇഷ്ടം നിറവേറ്റി നമുക്ക് ജീവിക്കണം. സങ്കടമായിട്ടിരിക്കണേ. ട്രാക്ക് തെറ്റിപ്പോയാൽ സമ്മാനം കിട്ടില്ല. ട്രാക്ക് തെറ്റിയ സമ്മാനമില്ല. ട്രാക്ക് തെറ്റിയാൽ നമ്മൾ മരണത്തിൻ്റെ വഴിയെ തെറ്റി ഓടിയാലും ഇല്ല. അപ്പോൾ ആ നിത്യ കിരീടം നിത്യ സമ്മാനം നേടണമെങ്കിൽ നമ്മൾ ഈശോയുടെ വഴിയെ തന്നെ നമ്മൾ പോകണം. അപ്പോൾ ഈ ട്രാക്ക് വരച്ചതുകൊണ്ട് ഇപ്പൊ ട്രാക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ട്രാക്ക് ഏതാന്ന് പിടിയിട്ടില്ല ചേച്ചി. ഇത്ര സിമ്പിൾ ആയിട്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയില്ലേ? നമ്മളുടെ സമയം വേസ്റ്റ് ആക്കിയില്ല. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഹോളിൽ പോയിരിക്കാം. ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്, വരുന്നുണ്ട് ഓരോരുത്തരൊക്കെ. മഴയുണ്ടാവും തോന്നുന്നു അല്ലേ? തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ അല്ലേ? എന്നാ ബൈബിൾ കുടിച്ചോ, എൻ്റെ ബാഗ് കുടിച്ചോളാം.